അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത സംഭവമാണ് ബദർ. ബദറിൽ നമുക്ക് ഗുണപാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു തന്നെ നമ്മോട് സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് ബദറിൽ നിന്ന് കിട്ടിയ ഗുണപാഠം തീറ്റയുടെ ഗുണപാഠമാണ്. എന്തിനാ ബദർ ഉണ്ടായത്? ഞങ്ങൾക്ക് നക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് മൗലിദ് പാരായണം ചെയ്യാൻ, ഞങ്ങൾക്ക് പള്ള നിറച്ച് തിന്നാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങളെ പേര് പറഞ്ഞിട്ട് ബദരീങ്ങളുടെ മാംസവും രക്തവും ഊറ്റി കുടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയാണ് മുസ്ലിയാക്കന്മാർ എന്നുള്ളത്. കാരണം അവർക്ക് ബദർ ദിനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ റമദാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീറ്റ തുടങ്ങുകയാണ്. പിന്നെ ബദരീങ്ങളെ ആണ്ടായി 27-ായി അങ്ങനെ പോകുന്നു. പിന്നെ പട്ടിക നീണ്ടു പോവുകയാണ്. ഉളിഹിയത്ത് പോലും പിന്നെ മൃഗത്തിനെ വാങ്ങി അറക്കാത്ത പാർട്ടിയാണ്. ബദരീങ്ങൾക്ക് വേണ്ടി പോത്തിനെ വാങ്ങുന്നു. എന്ത് ജാഗ്രതയാണെന്നറിയോ? ബദരീങ്ങൾക്ക് വേണ്ടി പോത്തിനെ വാങ്ങുന്നു, നേർച്ച കഴിക്കുന്നു, ചീർണി ഉണ്ടാക്കുന്നു, ബദർമാല, ബദർ മൗലിദ് ഒക്കെ പള്ളിയിൽ സംഘടിപ്പിക്കുന്നു. പള്ളിയിലെ അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ ശിർക്കൻ പാട്ടുകളും മാലകളും ഒക്കെ ശിർക്കൻ വിശ്വാസവും ബദരീങ്ങളെ മേത്ത് ചാർത്തി കൊടുക്കുകയാണ് ഈ പുരോഹിത വർഗം. കാരണം വെച്ചാല് ബദർ ഉണ്ടായത് ഇവർക്ക് നക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സാധുക്കൾ. അങ്ങനെ ഒരു മുസ്ലിം പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തിനാ ബദർ ഉണ്ടായത്? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാല പാടാൻ, ഞങ്ങൾക്ക് മൗലിദ് പാടാൻ, അതിനാണ് ബദർ ഉണ്ടായത് എന്ന് ചെണ്ട കൊട്ടി നടക്കുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. അപ്പോ മുസ്ലിയാക്കന്മാർക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്? അത് പിന്നെ തിന്നണം. അതാണ് അവർക്ക് കിട്ടിയ ഗുണപാഠം. ഫുഡ് അടിക്കാനുള്ള ഗുണപാഠമാണ് അവർക്ക് കിട്ടിയത്. സത്യത്തില് ബദർ ആ മഹായുദ്ധം, മഹാസംഭവം സത്യവും അസത്യവും തമ്മിൽ നടന്ന പോരാട്ടമാണ്. തീറ്റയുടെ മത്സരമായിരുന്നില്ല അത്, നേർച്ചയുടെ മത്സരമായിരുന്നില്ല അത്, പിന്നെ ആണ്ട് റാത്തീവിന്റെ മത്സരമായിരുന്നില്ല അത്, ബദരീങ്ങളെ പേരും പറഞ്ഞിട്ടുള്ള ഉറൂസ് ആയിരുന്നില്ല അത്. സത്യവും അസത്യവും തമ്മിൽ, ധർമ്മവും അധർമ്മവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബദർ. പ്രത്യേകിച്ച് തൗഹീദ് ഷിർക്കും തമ്മിൽ നടന്ന പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ വിചാരിക്കും നോമ്പായിട്ട് ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ പ്രത്യേക കാലഘട്ടമൊന്നുമില്ല. നോക്ക്, നിങ്ങൾ 16 ദിവസം കൃത്യമായി പട്ടിണി കിടന്ന് നോമ്പെടുത്ത് 17-ന്റെ അന്ന് യുദ്ധത്തിന് പോകുമ്പോൾ ഒരൊറ്റ സഹാബത്തും റസൂലുള്ളാഹി പറഞ്ഞില്ല, നബിയെ നോമ്പൊന്ന് കഴിഞ്ഞോട്ടെ, റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ആണല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്ന് ഒരാളും പറഞ്ഞില്ല. അത്രയും കഠിനമാണ് ഷിർക്ക്, അത്രയും കഠിനമാണ് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സംഭവങ്ങൾ അത്ര ഗൗരവമാണെന്ന് അവർ പഠിച്ചു മനസ്സിലാക്കി. പക്ഷെ ബദർ കൊണ്ട് ഇവർക്ക് കിട്ടിയ നേട്ടം തീറ്റ മാത്രമാണ്, തിന്നാനുള്ള ഒരു ഉപാധി ബദർ ഉണ്ടായത്. ബദർ ഇല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരാകെ പട്ടിണി കിടന്നേനെ. ഇതായിരുന്നു അവസ്ഥ. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് കാലഘട്ടത്തിലും തൗഹീദ് പൊളിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിക്കാർ നിലവിൽ വരലുണ്ട്. അത് നൂഹ് നബിയുടെ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്, മൂസ നബിയുടെ കാലഘട്ടത്തിലുമുണ്ട്, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലുമുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുമുണ്ട്, കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണ്? അതാത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുമ്പോൾ അവിടെ ഒരു കമ്മിറ്റിക്കാർ അപ്പോൾ ഉടലെടുക്കും. എന്താണ്? ഈ തൗഹീദ് പൊളിച്ചു കളയാൻ വേണ്ടി. നോക്ക്, പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ ശത്രുക്കൾ പ്രഖ്യാപിച്ചെന്താണ്? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ആ ഖുർആൻ, മുഹമ്മദ് ഓതി തരുന്ന ഖുർആൻ കേൾക്കണ്ട, ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ അബൂജഹലിന്റെ പാർട്ടിയാണ് മുസ്ലിയാക്കന്മാര്. അപ്പൊ തൗഹീദ് പൊളിക്കുന്ന വിഭാഗം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ കാലഘട്ടത്തിലെ പാർട്ടിയാണ്. സംസ്ഥാന ദക്ഷിണ പോലെയുള്ള ഈ മുസ്ലിയാക്കന്മാരടങ്ങുന്ന ഖുറാഫി കൂട്ടങ്ങൾ മുഴുവൻ തൗഹീദിനെ പൊളിക്കുന്ന പാർട്ടിയാണ്. ഓരോ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ തൗഹീദ് പൊളിക്കുന്ന കമ്മിറ്റിക്കാർ, ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരാണ്. തൗഹീദ് പൊളിക്കുന്ന കമ്മിറ്റിക്കാർ ഇവരൊക്കെയാണ്. അപ്പൊ ഇവർക്ക് എങ്ങനെയും തിന്നണം. മഹാന്മാരായ സഹാബത്തെ ഒരു വിശപ്പ് സഹിച്ച് അവർ പ്രയാസപ്പെട്ട് ദീനിന് വേണ്ടി ജീവിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റി തൗഹീദിന് വേണ്ടി പിന്നെ അവർ ജീവിച്ച് ഷിർക്കിനെതിരെ ശക്തമായിട്ട് അവർ പോരാടി. ആ പോരാടിയ ബദരീങ്ങളെ ഷിർക്കിന് വേണ്ടി ഉപയോഗിക്കുക മുസ്ലിയാക്കന്മാര്. എന്നിട്ട് ബദരീങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അബൂജഹലും കൂട്ടരൊക്കെ, അബൂജഹലിനൊക്കെ പിന്നെ മുസ്ലിയാക്കന്മാരെക്കാൾ എത്ര നല്ലവരാണെന്ന്, നല്ല പാർട്ടിയാണ് ഈ അബൂജഹല്. കാരണം വെച്ചാൽ ആകാശം ആരാ പടച്ചതെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും അബൂജഹൽ. ഇവര് പറയാം മൗലവി ഷേഖാണെന്ന്. ആർക്കാ മാറ്റി കൂടുതൽ കൂട്ടരെ? കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്കാണോ അബൂജഹലിനാണോ? ഇവർക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇവർ ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും. പിന്നെ നബിദിന് എത്തുമ്പോൾ അബൂലഹബിനെ കൂട്ടിയിട്ട് വരും. അപ്പൊ ഇവർക്ക് എന്താ വിഷയം? ഇവരുടെ ആശയം, ഇവരെ ആദർശം സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ ആരെ വേണം, ഇസ്ലാമിന്റെ ഏത് ശത്രുവിനെ വേണ്ടി ഇവർ കൂട്ടുപിടിക്കും. കാരണം ഇവർക്ക് തിന്നാൻ കിട്ടണം, ഇവർക്ക് പണം കിട്ടണം. അതുകൊണ്ട് നബിദിന് എത്തുമ്പോൾ അബൂലഹബിനെ കൂട്ടിയിട്ട് വരുന്നേ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അബൂജഹലും കൂട്ടരൊക്കെ ഉണ്ടല്ലോ, അബൂജഹലും കൂട്ടരും അള്ളയാണ് ആകാശം പടച്ചത് എന്ന് ശക്തമായി പ്രഖ്യാപിച്ചതാണ്.
ആരാണ് ആകാശം പഠിച്ചത്, ആരാ ഭൂമി പഠിച്ചത്, ആരാ സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, ആരാ ജീവിപ്പിക്കുന്നത്, ആരാ മരിപ്പിക്കുന്നത്, ആരാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഒക്കെ അള്ളാന്ന് പറഞ്ഞതാണ് അബൂജഹല്. എന്നിട്ട് മുശ്രിക്കായി. ഇതൊക്കെ പറഞ്ഞിട്ടും അബൂജഹൽ എന്താണ്? മുശ്രിക്കാണ്. എന്താ കാരണം? എന്താണ്? അവരെ കയ്യിൽ ലാത്ത മനാത്ത പോലെ, ഇവരെ മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ ഇപ്പൊ ബദരീങ്ങളെ വെച്ച് തിന്നണില്ലേ, അതേപോലെ കുറെ ഔലിയാക്കന്മാർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ലാത്ത മനാത്ത ഉസ്സ പോലെയുള്ള കുറെ സാധനങ്ങള്. അത് കക്ഷത്ത് വെക്കും. അള്ളയും വേണം ഇവരും വേണം എന്നുള്ള വിശ്വാസമാണ് അബൂജഹലിന്. അള്ളാഹു മാത്രം എന്നുള്ള ആശയമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അബൂജഹൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ലാത്ത മനാത്ത പോലെയുള്ള ദൈവങ്ങൾ അതും കൂടെ വേണം, അള്ളയും വേണം. ആകാശം പഠിച്ച അള്ള തന്നെയാണ്, ഭൂമി പഠിച്ച അള്ള തന്നെയാണ്, അതിൽ അവർക്ക് തർക്കമില്ല. പക്ഷെ എന്നാലും ലാത്ത ഉസ്സ മനാത്ത അവരുടെ കയ്യിൽ വേണം. അതേപോലെ സമസ്തകരെ മുസ്ലിയാക്കന്മാര് അള്ള ഉണ്ട്, പക്ഷെ അവർക്ക് കൂടെ തന്നെ മൊഹീദ്ദീൻ ഷേഖ്, മമ്പർത്ത് തങ്ങള്, മറ്റേ തങ്ങള്, മറിച്ച് തങ്ങള്, അങ്ങനെയുള്ള കൂട്ടർ ഇതും വേണം. അപ്പൊ അബൂജഹലിനോട് ചോദിച്ചത് എന്തിനാ അതൊക്കെ? അത് പിന്നെ ഷഫായത്ത് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഷഫാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിയാക്കന്മാരോട് ചോദിച്ചൊക്കെ എന്തിനാ മയ്യത്ത് വെച്ച് തിന്നുന്നത്? അത് ഞങ്ങൾക്ക് ഷഫാത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടും പാർട്ടികളും വാദം ഒന്നാണെങ്കിലും ഈ സമസ്ത മുസ്ലിയാക്കന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് ആര്? അബൂജഹല്. കാരണം അത്രയും വിശ്വാസമാണ് അബൂജഹലിനുള്ളത്. എന്നിട്ട് ഷിർക്കിനെതിരെ ശക്തമായി പോരാടിയ ബദരീങ്ങളെ വെച്ചിട്ട് ഇവര് കൊള്ളയടിക്കുക, പോത്തിനെ വാങ്ങിയിട്ട് സമൂഹത്തിനെ പറ്റിക്കുക, മാല പാടുക. എന്താണ് ബദർ? ആ ബദൽ കിട്ടിയ സന്ദേശം എന്താണ്? ജനങ്ങളെ പഠിപ്പിക്കണ്ടേ? ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ബദരീങ്ങളെ നമ്മൾ പിൻപറ്റണം, അവരെ നമ്മൾ ആദരിക്കണം, അവരുടെ ആശയവും ആദർശവും നമ്മൾ പിൻപറ്റി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവിടെ ആർക്കും തർക്കമില്ല. പക്ഷെ അവരെ പേരും പറഞ്ഞ് മൗലിദ് ഓതി, യാസീൻ ഓതിയിട്ട്, ബദർ മൗലിദ് ഓതിയിട്ട് പോത്തിനെ മേടിച്ച് തിന്നെയാണ്. അബൂജഹൽ റബ്ബിനോട് പ്രാർത്ഥിച്ച് ബദർ യുദ്ധം ഉണ്ടാകുമ്പോ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശമാണ് ബദർ. തൗഹീദാണ് ബദർ. ശിർക്കിനെതിരെ ശക്തമായി പോരാടിയതാണ് ബദർ. ആ ബദർ പോരാടിയ ബദരിങ്ങളെ വിളിച്ചിട്ടാണ് ഷിർക്കൻ കവിതകളും മൗലിദുകളും പ്രാർത്ഥനകളുമായിട്ട് ഈ മുസ്ലിയാക്കന്മാർ മുന്നോട്ട് പോകുന്നത്. അബൂജഹൽ റബ്ബിനോടാ പ്രാർത്ഥിച്ചത്, അള്ളാഹുവിന്റെ റസൂലും റബ്ബിനോടാ പ്രാർത്ഥിക്കുന്നത്. നോക്ക് നിങ്ങൾ, ശത്രുവിന്റെയും മിത്രത്തിന്റെയും കൈകൾ റബ്ബിലേക്കാണ് നീളുന്നത്. കാരണം എന്താണ്? അബൂജഹലിന് അറിയാം അള്ളാഹുവാണ് ആകാശം പടച്ചതെന്ന് അറിയാം, അബൂജഹലിന് അറിയാം. പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് അറിയില്ല. മുസ്ലിയാക്കന്മാർക്ക് എന്താണ്? വെള്ളം തരുന്ന മഹാനെ, അരുവി ഒഴുക്കുന്ന മഹാനെ ആരെ? മൊഹീദ്ദീൻ ഷേഖനെ. ഇതാണ് ഇവരെ വിശ്വാസം. അപ്പൊ ഇവരെക്കാളൊക്കെ മെച്ച അബൂജഹൽ തന്നെയാണ്. എന്നിട്ട് ഈ അബൂജഹലിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? അബൂജഹലും അള്ളാഹിനോട് പ്രാർത്ഥിച്ച്, പ്രവാചകൻ നബിയോട് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടു കൂട്ടരും റബ്ബിനോടാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇവരെ വിളിച്ചിട്ട് പിന്നെ ബദരീങ്ങളെ വിളിച്ചെന്ത് ചെയ്യാം? ദുആ ചെയ്യാം, അവരോട് കാര്യങ്ങൾ പറയാം. ഇതാണ് ഇവരുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കേണ്ടത്? ആണ്ട് കഴിച്ചിട്ടല്ല, ഉറൂസ് കഴിച്ചിട്ടല്ല, പോത്തറുത്ത് തിന്നിട്ട് വയറിറച്ച് പള്ളറച്ചിട്ടല്ല, മൗലിദ് പാരായണം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ? എന്തിനാണ് ബദറിൽ അവർ പങ്കെടുത്തത്? ബദർ കൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്താണ്? ആ ആശയം എന്താണ്? ആ ആദർശം എന്താണ്? അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്നിട്ട് മുറാദ് ഹാസിലാവാൻ, വീട്ടിലെ കള്ളം കയറാതിരിക്കാൻ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബദരീങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഷിർക്കിനെതിരെ പോരാടി ആര്? പിന്നെ ബദരീങ്ങളെ. എന്നിട്ട് ഷിർക്ക് ചെയ്യാൻ വേണ്ടി മുസ്ലിയാക്കന്മാര് ബദരീങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇങ്ങനെ പാടാണ്, ദാഹം മൗത്തത് കൂട്ടിടും നബിലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. കണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാതെ ഒരു പ്രാർത്ഥന അല്ല. എന്നിട്ട് ബദരീങ്ങളെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, പാട്ടും പാടിയിട്ട്. എന്നിട്ട് 313 വെച്ചിട്ട് ഇവരെ കളി. ഇവർക്ക് എപ്പോഴും 313 വെച്ചിട്ടുള്ള കളിയാണ്. മുസീബത്ത് മാറാൻ, അക്രമം തടയാൻ, കച്ചവടം പുരോഗമിക്കാൻ, ദാരിദ്ര്യം നീങ്ങാൻ, അപകടം ഒഴിവാകാൻ, മനഃശാന്തി കിട്ടാൻ, പ്രസവവേദന മാറാൻ, ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ ഒക്കെ എല്ലാം ചുക്കില്ലാത്ത കഷായില്ല പറഞ്ഞ പോലെ ഒക്കെ ബദരീങ്ങളാണ്, കംപ്ലീറ്റ് ബദരീങ്ങളാണ്. ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ബദറിൽ 14 സഹാബത്തെ കൊല്ലപ്പെട്ടത്. ഖലീഫമാരെ 3 പേര് ശത്രുക്കളെ കൊല്ലപ്പെട്ടു. എന്നിട്ട് അവരോടാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ത്? ആലം ദുനിയാവിൽ ജീവിച്ചിരിക്കും നാൾ ആറ്റൽ ഖുലഫാക്കൾ കാവലിലേകല്ലാഹ് ബദരീങ്ങൾ പേരീനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബാക്കൾ ആണവില്ല എന്നോവർ. ബദരീങ്ങളെ പേര് പറഞ്ഞാൽ പിന്നെ അസുഖങ്ങൾ വരൂല. അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ബദരീങ്ങൾക്ക് എത്രയോ സഹാബത്ത് അസുഖം വന്നിട്ടുണ്ട്. ഖലീഫമാരിൽ 3 പേര് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് അവരെ വിളിച്ചിട്ടാ പറയുന്നത് അക്രമത്തിന് തടയാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിയാക്കന്മാര് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അണികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി
പിന്നെ പഠിപ്പിക്കുക ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ഏറെ മികന്തുള്ള പെറ്റുവരുത്തത്തിൽ എന്റെ സ്വഹാബികൾ പേരിനെ ഓതൂകിൽ കുറിമുടിയും മൂനം പള്ള തന്നിന്ന് കുട്ടിപ്പിറക്കാലില്ലാശക്കെന്നോവർ. ബദരീങ്ങളെ പേര് പറഞ്ഞാൽ പിന്നെ പ്രസവം പിന്നെ ഉടനടി നടക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും ബദരീങ്ങളെ വിളിക്കുന്നു, ബദരീങ്ങളെ രക്ഷിക്കണേ. ഇപ്പൊ നാളെ തങ്ങള് പിന്നെ വെള്ളത്തിൽ പോയപ്പോ പിന്നെ കടലിലൊക്കെ പോയപ്പോ ബദരീങ്ങളെ സഹായിക്കണേ, ബദരീങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ രംഗം കണ്ടില്ലേ? ഇതാണ് ഇവരുടെ അവസ്ഥ, പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് ബദരീങ്ങളെ നാം ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ആദർശം നാം ജനങ്ങളിലേക്ക് എത്തിക്കുകയും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും വേണം. അത് ഇവർ കാണിക്കുന്ന ആദർശമല്ല, അത് തൗഹീദിന്റെ ആദർശമാണ്. എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസമുണ്ടെങ്കിൽ റബ്ബേ എന്ന് വിളിക്കുന്ന ആദർശമാണ്. എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭവിച്ചാലും റബ്ബിനെ ദുആ ചെയ്യുന്ന ആദർശമാണ്. ശിർക്കിനെതിരെ ശക്തമായി പോരാടിയ ആദർശമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാതെ പോത്ത് മേടിച്ച് പള്ളയിൽ നിറച്ച് തീറ്റും കഴിഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച് നടന്നു കഴിഞ്ഞാൽ അത് ബദർ ദിനത്തിൽ ബദരീങ്ങളെ ആദർശമാകൂല, ബദരീങ്ങളെ ആദർശമാകുന്നല്ല. എന്നിട്ട് ഇതാണ് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ റമദാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുശാലാണ്, പിന്നെ അവർക്ക് ഫുഡ് അടിക്കാം. ഇതാണ് അവസ്ഥ. അപ്പോ കൃത്യമായി അപ്പൊ ചോദിക്കുമ്പോ പറയുന്ന ബദരീങ്ങൾ സ്നേഹമില്ലാത്തവർ, ബദരീങ്ങളെ ആദരിക്കാത്തവർ, സഹാബത്തോട് സ്നേഹമില്ലാത്തവർ എന്നൊക്കെ ഇവർ കുറെ ആരോപണങ്ങൾ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച പിന്നെ പറയുന്ന ബദരീങ്ങൾ സ്നേഹമില്ലാന്നാ. ഞങ്ങളെ പോലെയൊക്കെ സ്നേഹമുള്ള ആരെ കൂട്ടരെ നിങ്ങൾക്കുണ്ടാ? നമ്മളെ പോലൊക്കെ ബദരീങ്ങളെ സ്നേഹിക്കുന്ന അവരുടെ ആദർശം കൃത്യമായി 40 വർഷം ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്യാണ്. അവരുടെ ആദർശം ഇന്നതാണ് എന്ന് പറയുന്നത്. നിങ്ങള് ബദരീങ്ങളെ ചോര ഊറ്റി കുടിക്കുന്ന പാർട്ടി, ബദരീങ്ങളെ മാംസം തിന്നുന്ന പാർട്ടി, ആ മഹത്തായ ആദർശം പഠിപ്പിച്ച സ്വഹാബത്തിനെ അവരെ വിറ്റ് തിന്നുന്ന, അവരെ രക്തവും മാംസവും ഊറ്റി കുടിക്കുന്ന ഖുറാഫി കൂട്ടങ്ങളാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി സത്യമായി പഠിക്കാൻ എന്റെ സഹോദരങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.